ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ പ്രസവമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊരു ഉപദേശങ്ങളുടെ കൂമ്പാരാണ്. ഇത് കുടിക്കരുത്, അത് കുടിക്കരുത്, ഇത്രയും ഫുഡ് കഴിക്കണം, പിന്നെ നമ്മുടെ വയറങ്ങ് വലിഞ്ഞ് മുറുക്കി കെട്ടണം, പിന്നെ എന്താണ് തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ജലദോഷം വരും, പിന്നെ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല, കരയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, നീണ്ടു നിവർന്ന് കിടക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഉപദേശങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണോ അല്ലയോ, ഇതിൻ്റെ പിന്നിലെ സത്യം എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്തായാലും പ്രസവം കഴിഞ്ഞിട്ടുള്ള അമ്മമാരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളൊരു പ്രസവിച്ച അമ്മയാണോ അല്ലെങ്കിൽ ഇനി പ്രസവിക്കാൻ പോകുന്ന ആളാണോ എങ്കിൽ നിങ്ങൾ കാണേണ്ട വീഡിയോ ആണിത്. ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളച്ച വെള്ളത്തിൽ അങ്ങ് കുളിപ്പിച്ചെടുക്കുക. നമ്മൾ സാധാരണഗതിയിൽ പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നെങ്കിലും ഒരു കുളിപ്പിക്കാൻ ആൾ വരും, അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മയോ അല്ലെങ്കിൽ അച്ചാമ്മയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, ഒരു പ്രായമുള്ള ആളായിരിക്കും നമ്മളെ കുളിപ്പിക്കുക. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വെള്ളത്തിലൊന്നും ആയിരിക്കില്ല കുളിപ്പിക്കുന്നത്. നമ്മളെ ഒരു വെട്ടി തിളയ്ക്കുന്ന വെള്ളമോ അത് ഡയറക്റ്റ്ലി നമ്മുടെ മേത്തോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെയൊന്നുമല്ല ഒഴിക്കുന്നത്, കോരി അങ്ങോട്ട് എറിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ? ഒന്നുമില്ല. നമുക്ക് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് സഹിക്കാൻ പറ്റുന്നുള്ള ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് വൂണ്ടൊക്കെ ഉള്ളതായതുകൊണ്ട് നമുക്കത് ഇച്ചിരി പെട്ടെന്ന് ഉണങ്ങാനും അവിടുത്തെ അണുക്കളൊക്കെ നശിച്ചു പോകാനും ഒക്കെ അത് സഹായിക്കും. അല്ലെങ്കിൽ സാധാരണ ഒരു നോർമൽ വെള്ളത്തിൽ കുളിച്ചാൽ മതി. പിന്നെ നമുക്ക് പെർമാങ്ങനേറ്റോ അല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് സിഡ്സ് ബാത്ത് ഒക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അല്ലാതെ ഈ ഫോഴ്സ്ഫുള്ളി നമ്മുടെ ശരീരത്തോട്ട് ഇത്രയും ചൂടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പൊള്ളി പോവുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറങ്ങ് വരിഞ്ഞ് മുറുകി കെട്ടണം. ഇത് വയറ് ഒതുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നാണ് പറയുന്നത്. അത് സാധാരണ വരിഞ്ഞ് മുറുകി കെട്ടലൊന്നും അല്ല. രണ്ടുപേരും രണ്ട് വശത്തു നിന്നും വലിച്ച് അങ്ങ് നമ്മുടെ വയറ് ഉള്ളിലോട്ടാക്കി അങ്ങ് മറ്റേ ശ്വാസം വിടാൻ പോലും പറ്റാത്ത വിധത്തിൽ വയറ് വരിഞ്ഞ് മുറുകി കെട്ടണം എന്നാണ് പറയുന്നത്. ഇതിൽ വല്ല കാര്യമുണ്ട്? ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ നോർമലായിട്ട് നമ്മൾ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ വയറ് അല്ലെങ്കിൽ യൂട്രസ് ഒക്കെ ഉള്ളിലോട്ട് ഒതുങ്ങി പോകും. അതൊരു 1-2 മാസത്തിനുള്ളിൽ നമ്മുടെ യൂട്രസ് നോർമൽ ലെവലിലാകും. അല്ലാതെ ഇത്രയും വലിഞ്ഞു മുറുകി കെട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഒരുപാട് ബ്ലഡ് വെസൽസ് ഉള്ളത് വയറിൻ്റെ ആ ഭാഗത്ത്. അപ്പം ഇത് ബ്ലഡ് സർക്കുലേഷനെ ബാധിച്ച് നമുക്ക് കാലിലും ഒക്കെ നീര് വരാനും പിന്നെ നമ്മുടെ എപ്പിസിയോട്ടമി വൂണ്ടൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ടൈമൊക്കെ എടുക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ വയർ ഒതുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിന് 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്താൽ തന്നെ നമ്മുടെ വയറ് നോർമലി ഒതുങ്ങി പൊക്കോളും. അല്ലാതെ ഈ പ്രസവശേഷം അങ്ങോട്ട് വയറ് ചാടി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വരിഞ്ഞ് മുറുകേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കും അങ്ങനെയൊക്കെ വരിഞ്ഞ് മുറുകി കെട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ തന്നെ മടുത്തു. കാരണം നമുക്കാണെങ്കിൽ ശ്വാസം വിടാൻ പറ്റത്തില്ല, എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് എന്നെ വഴക്കൊക്കെ പറയുന്നു. പക്ഷേ എൻ്റെ വയറ് ഒരു വർഷത്തിനുള്ളിൽ നോർമൽ ലെവലായും ചെറിയൊരു ചാട്ടമൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഒരു നോർമൽ ലെവലിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണയായിട്ടത് നമ്മുടെ ബോഡി തന്നെ ഹീൽ ചെയ്തോളും. നമ്മൾ നല്ല പോലെ ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ മതി. പിന്നെ അടുത്തൊരു കാര്യം, അമ്മമാർ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പ്രസവശേഷം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറ് ചാടിപ്പോകും. അല്ലാതെ കുഞ്ഞിന് തണുത്ത വെള്ളമെങ്ങാനും കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ജലദോഷം വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരു കാര്യമില്ല. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവാനും ഒക്കെ ഈ നമ്മൾ വെള്ളം കുടിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബ്രസ്റ്റ് മിൽക്കിൽ ഇപ്പം നമ്മൾ ഒരുപാട് വെള്ളമൊന്നും കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള മിൽക്കായിരിക്കും വരിക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് ഡൈജഷൻ പ്രോബ്ലം, കുഞ്ഞിന് ഗ്യാസ് കയറാനും പിന്നെ നമുക്കും കോൺസ്റ്റിപ്പേഷനൊക്കെ നമുക്കുണ്ടാകും. അതുകൊണ്ട് ആർക്കൊക്കെയാണ് നമ്മൾ വെള്ളം കുടിക്കുക. അല്ലാതെ വെള്ളം കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തിനെ ഇത് വീണ്ടും അഫക്റ്റ് ചെയ്യേ ഉള്ളൂ. പിന്നെ പണ്ടുള്ളവർ പറയുന്ന ഒരു കാര്യമാണ് പ്രസവിച്ച സ്ത്രീകൾ ഇരുട്ട് മുറി കിടക്കണം എന്ന് പറയുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
ചിലപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പാല് കൊടുക്കുന്ന ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഇതിലൊരു കാര്യമില്ല, നമ്മൾ പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷനും അല്ലെങ്കിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന മുറിയിൽ കിടക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുഞ്ഞിനും അമ്മയ്ക്കും നമ്മുടെ മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ ഈ ഇരുട്ട് മുറിയിലൊക്കെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭ്രാന്താകും. കാരണം ഒന്നാമത് ആൾക്കാരൊന്നും കാണാൻ പാടില്ല എന്നുണ്ട്. പിന്നെ നമുക്ക് ഏതാണ്ട് ഈ മറ്റേ ജയിലിൽ കിടക്കുന്ന പോലെ ഇടയ്ക്ക് ഫുഡ് കൊണ്ടുതരും. പിന്നെ നമ്മൾ ഈ കൊച്ചിനെയും കാണുന്നു, കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കുന്നു, പിന്നെ പാല് കൊടുക്കുന്നു. ഇതൊക്കെ തന്നെയായിരിക്കും നമുക്ക് ആദ്യത്തെ ഒരു കുറച്ച് നാളത്തേക്കുള്ള പരിപാടികൾ. അപ്പം തന്നെ നമുക്ക് നമ്മുടെ മനസ്സും കല്ലച്ചു പോകും. പിന്നെ നമ്മൾ ഈ ഇങ്ങനെയും കൂടെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല. അടുത്തൊരു കാര്യമാണ്, നമ്മൾ ഭർത്താവിനെ കാണിക്കരുത്, അമ്മേനെ ഒട്ടും കാണിക്കരുത്. കുഞ്ഞിനെ വേണമെങ്കിൽ കൊണ്ടുപോയി കാണിക്കാം, പക്ഷെ അമ്മയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് കാണാൻ പാടില്ല. അതിൻ്റെ കുട്ടൻസൊക്കെ നമുക്ക് മനസ്സിലാകും. അടുത്തൊരു കുഞ്ഞ് വേഗത്തിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞൊരു ഉദ്ദേശത്തിലാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പ്രസവം കഴിഞ്ഞ ഉടനെ നമുക്ക് ഈ എപ്പിസോട്ടമി ഉണ്ട്, പിന്നെ നമുക്ക് മാനസിക പ്രശ്നം, ആ ഒരു മാസത്തേക്ക് നമുക്ക് വേറെ ഒന്നും ചിന്ത പോലും വരത്തില്ല. പിന്നെ എന്തിൻ്റെ അർത്ഥത്തിലാണ് ഇങ്ങനെ പറയുന്നത്? ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ആശ്വാസം ആകുകയുള്ളൂ. പണ്ടൊന്നും കാണിക്കാതെ ഇരുന്നിട്ട് അടുപ്പിച്ചായിരുന്നല്ലോ ഡെലിവറി. പക്ഷെ ഇപ്പം നോക്കുക, ഇപ്പോഴത്തെ മനുഷ്യർക്ക് വിദ്യാഭ്യാസം ഉണ്ട്, ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയൊക്കെ ഉള്ളതായതുകൊണ്ട് ഇതൊന്നും സംഭവിക്കാൻ ആ സമയത്ത് ഒന്നാമത് നമ്മുടെ ബോഡിയൊക്കെ വീക്കാണ്, നമുക്കൊന്നും ചിന്തിക്കാനും പറ്റത്തില്ല, ഒന്ന് എണീറ്റ് നേരെ നടക്കാൻ പോലും പറ്റത്തില്ല. അതിനിടയ്ക്കാണ് ഈ ചിന്തകളൊക്കെ വരാൻ പോകുന്നത്. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഹീലിംഗ് ഒക്കെ പെട്ടെന്ന് നടക്കും, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും, നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാകും, പിന്നെ അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ സാമീപ്യം ഉള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തെ പറ്റിയാണ്. ഭക്ഷണം സാധാരണ ഫുഡൊന്നും കഴിച്ചാൽ പോരാ, 4 നേരം ചോറ് കഴിക്കണം. ആ ചോറിൽ വെളുത്തുള്ളി ഫുള്ളുണ്ടായിരിക്കണം, പിന്നെ കുറേ നെയ്യ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് തന്നെ. പിന്നെ കുറേ ഇലക്കറികളൊക്കെ കഴിക്കുന്ന ലിമിറ്റിന് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ ഈ ചോറ് ഈ 4 നേരം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രസവമൊക്കെ കഴിയുമ്പോഴത്തേക്കും മറ്റേ ഒബിസിറ്റി വന്നിട്ട് വീർത്ത് കെട്ടിയിരിക്കുമായിരിക്കും. ഒരു 2 നേരമൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഈ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ്. നമ്മുടെ കുഞ്ഞിന് കാർബോഹൈഡ്രേറ്റ്സ് മാത്രം കിട്ടിയാൽ പോരാ. നമ്മുടെ കുഞ്ഞിന് എങ്ങനെയാണ് അമ്മ കഴിക്കുന്നതിൽ നിന്ന് ബ്രസ്റ്റ് മിൽക്കിലൂടെയാണ് കുഞ്ഞിന് കിട്ടുന്നത്. അപ്പം ആ കുഞ്ഞിന് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടണം. അപ്പോൾ ഈ ചോറ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ കിട്ടും? നെയ്യ് നമുക്ക് കഴിക്കാം, ലിമിറ്റ് അളവിൽ നമുക്ക് നെയ്യും കഴിക്കാം. ഇത് ചോറ് കുത്തിക്കയറ്റി എന്താകും? ഇപ്പം അതൊക്കെ കുത്തിക്കയറ്റി കഴിച്ച് ഡയബറ്റീസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ജീവിതകാലം മൊത്തം ഈ ഡയബറ്റീസ് ജീവിതത്തിൽ തുടർന്നുകൊണ്ടേ ഇരിക്കും. പ്രഗ്നൻസി ടൈമിൽ തടിച്ച സ്ത്രീകളാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ തടിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഫുഡിൽ ചോറ് നമുക്ക് 2 നേരമൊക്കെ കഴിക്കാം. കൂടാതെ എന്താണ്, നമ്മുടെ ഇതിൽ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തണം, വെജിറ്റബിൾസ് ഉൾപ്പെടുത്തണം, മുട്ട ഉൾപ്പെടുത്തണം, മീൻ, പിന്നെ ചിക്കന്, അതൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം അടുത്തൊരു കാര്യമാണ്, നമ്മൾ പ്രസവശേഷം നമ്മൾ തലമുടി തൊടാനേ നമുക്ക് പാടില്ല. ചീപ്പ് ഉപയോഗിച്ച് ചീവരുത്. പിന്നെ തല നിറച്ച് കോരി ഒഴിച്ച് ഇങ്ങനെ ഇറ്റിട്ട് ധാരയായിട്ട് എണ്ണ ഒഴിക്കണം. തലമുടിയിൽ ഒരിക്കലും ചീപ്പ് തൊടാനേ പാടില്ല. ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഈ തല ചീവുന്ന ഈ 28 ദിവസമൊക്കെ തല ചീവാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജട കുത്തി പിന്നെ തലമുടിയെ കാണില്ല. അതുകൊണ്ട് നമ്മൾ ചീവി വൃത്തിയാക്കി നല്ല രീതിയിൽ ഇരിക്കാൻ, ഹൈജീനിക്കായിട്ട് ഇരിക്കാൻ നോക്കുക. പിന്നെ തലയിൽ ഷാമ്പു ഉപയോഗിക്കരുതെന്നൊക്കെ പറയും. നമുക്ക് ആവശ്യത്തിന് ഷാമ്പു ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മൾ വൃത്തിയാക്കാൻ പറ്റുന്നെങ്കിൽ ഷാമ്പു ഉപയോഗിക്കുക. വേറെ ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ അടുത്തൊരു കാര്യം, പ്രസവശേഷം നമ്മൾ പുറത്തിറങ്ങാനേ പാടില്ല. വേണമെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോകാം, പക്ഷെ അല്ലാതെ പുറത്തിറങ്ങാനേ പാടില്ല. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. എൻ്റെ പൊന്ന് അമ്മമാരെ, ഈ പ്രസവശേഷം നമുക്ക് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കാരണം നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഈ കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ കേട്ടിട്ട് നമുക്ക് തല ഇരിക്കുക. അപ്പം നമുക്ക് കുറച്ച് ശുദ്ധവായും നല്ല അന്തരീക്ഷമൊക്കെ കണ്ടാൽ മാത്രമാണ് നമുക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പോവുക, അല്ലാതെ വേറൊന്നുമില്ല. കുഞ്ഞിനും അമ്മയും ഹെൽത്തി ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തും നിങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ മുറിവൊക്കെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സാധാരണ പോലെ നിങ്ങളുടെ വീട്ടു ജോലികളൊക്കെ ചെയ്യാവുന്നതാണ്.
നമ്മൾ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കാതെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ അതോടൊപ്പം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നേ പറയാനുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യമാണ്, പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വടി പോലെ കിടക്കണം, ഇത്രയും ദിവസം കിടക്കണം, ഇത്രയും ദിവസം ഇരിക്കണം, ഇത്രയും ദിവസം നടക്കണം എന്നൊക്കെയാണ് പറയുന്നത്. വടി പോലെ ചുമ്മാ കിടന്നാലൊന്നും പോലെ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കാലും പൂട്ടി വെച്ചിട്ട്, എന്ന് വെച്ചാൽ ഒരു കാലിൻ്റെ മുകളിൽ ഒരു കാലെടുത്ത് വെച്ചിട്ട് വേണം കിടക്കാൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒരു വശം മാത്രം വെച്ചിട്ടേ കിടക്കാൻ പാടുള്ളൂ. അപ്പോഴേ ചിലവരൊക്കെ നമ്മൾ പണ്ടൊക്കെ കിടന്നുകൊണ്ടിരുന്ന കമന്നും വേറൊരു വശത്തോട്ടൊക്കെ ചെരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കിടന്നുകൊണ്ടിരുന്നത്. ഇതൊന്നും പറ്റാത്ത വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ മടുപ്പാകും. അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇങ്ങനെയെങ്കിലും കിടക്കാമല്ലോ എന്നുള്ള ഒരു ആശ്വാസം കിട്ടുന്നത്. ആ സമയത്താണ് നമ്മളോട് പറയുന്നത് മലന്നേ കിടക്കാവുള്ളൂ, കമന്ന് കിടക്കാൻ പാടില്ല, ചെരിഞ്ഞ് കിടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. ഇവരിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കിടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നടുവേദന വരും. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കിടന്നിട്ടാണ് ഇത്രയും രീതിയിലൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം തന്നെ നമുക്ക് ചെവി പൊട്ടിപ്പോകും. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ കിടന്നാൽ വേറെ ഒരു കുഴപ്പവും നിങ്ങൾക്ക് വരാൻ പോകുന്നു. പിന്നത്തെ ഒരു കാര്യം, നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ഈ കുഞ്ഞു കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും, പാല് കിട്ടുന്നില്ല, പാല് കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞു കരയുന്നത് എന്നൊക്കെ പറഞ്ഞ്. കുഞ്ഞിന് ചിലപ്പോൾ ഗ്യാസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് കരയും. പിന്നെ കുഞ്ഞിന് വേറെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കരയും. ഇപ്പോൾ ചില സമയത്ത് വിശക്കുമ്പോഴും കുഞ്ഞ് കരയും. അല്ലാതെ ഈ ഫുൾ ടൈം കിടന്ന് കരയുന്നത് ഈ പാല് കിട്ടാഞ്ഞിട്ടല്ല, ഈ അമ്മയുടെ കോൺഫിഡൻസ് കളയാണ് നിങ്ങൾ ചെയ്യുന്നത്. എല്ലാ അമ്മമാർക്കും അവരുടെ ബ്രസ്റ്റ് മിൽക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഫുഡും കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് താനേ ഉണ്ടാകും. ഈ ബ്രസ്റ്റ് മിൽക്കും ബ്രസ്റ്റ് സൈസും തമ്മിലൊന്നും ഒരു വ്യത്യാസമില്ല. ഇനി കുഞ്ഞ് ബ്രസ്റ്റ് ആയതുകൊണ്ട് നിനക്ക് പാലില്ല, അതുകൊണ്ട് നമുക്ക് പൊടി കലക്കി കൊടുക്കാം എന്നൊക്കെ ആൾക്കാർ പറയും. അല്ലെങ്കിൽ ഇപ്പം വലിയ ബ്രസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് കൂടുതൽ പാലും ഉണ്ടാവണമെന്നില്ല. നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. എൻ്റെ കുഞ്ഞിന് എനിക്ക് പാല് കൊടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുഞ്ഞിന് പാൽ ഉൽപ്പാദിപ്പിക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ആദ്യത്തെ 2 ദിവസം നമ്മൾ പാല് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ടൈം എടുക്കാം. അപ്പം ചുമ്മാതാണെങ്കിൽ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പം അതിങ്ങനെ സക്ക് ചെയ്ത് അത് താനേ ഉണ്ടായിക്കോളും. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കുക. ബാക്കി ആൾക്കാർ പറയുന്ന ഒന്നും കേൾക്കണ്ട. പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത്, കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കരയാൻ പാടില്ല. കരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് നിങ്ങളുടെ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. കുറേയൊക്കെ അഫക്റ്റ് ചെയ്യുമായിരിക്കും. കാരണം നമ്മൾ ഒരുപാട് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ അത് നമുക്ക് എടുക്കാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് സന്തോഷിപ്പിച്ച് കളിപ്പിച്ച് ചിരിപ്പിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഡെലിവറിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്നാമത് ഭയങ്കര അവശയായിരിക്കും. പിന്നെ ഈ ഹോർമോണിൻ്റെ വ്യതിയാനമൊക്കെ കാരണം നമുക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ മാത്രമായിരിക്കില്ല നമ്മൾ മിക്കവാറും കേട്ടോണ്ടിരിക്കുക. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു മനസ്സിന് ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പെട്ടെന്നൊരു ചേഞ്ചിലോട്ടല്ലേ വരുന്നത്. പെട്ടെന്ന് നമ്മുടെ കൂടെ ഒരാൾ വരുന്നു, പിന്നെ അവളുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. അതിന് ഓർത്തിട്ട് ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടതിൻ്റെ നിങ്ങൾക്ക് കരയരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അങ്ങനെ വിഷമം വരും. ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉറക്കെ ചിരിക്കാൻ പാടില്ല, ഉറക്കെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. ഉറക്കെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റിച്ച് പൊട്ടിപ്പോവും, നിങ്ങളുടെ അവിടെ കീറിപ്പോവും, എന്നിട്ട് ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഇത് ചെറിയൊരു ഇതിലൊന്നും അല്ല ഘടിപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക. നിങ്ങൾ സങ്കടം വരുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സങ്കടങ്ങൾ ഷെയർ ചെയ്യുക. ഈ നമ്മളെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ അടുത്തൊരു കാര്യമാണ്, എന്നോടും ഒക്കെ പറയാറുള്ളതാണ്, കുഞ്ഞിനെ നമ്മൾ കുളിച്ച് ഉടനെ വന്നിട്ട് പാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് ജലദോഷം വരും, അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് ജലദോഷം വരും എന്നൊക്കെ പറയാം. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ താപനില നമ്മുടെ കുഞ്ഞിനെ നേരിട്ട് അഫക്റ്റ് ചെയ്യൊന്നുമില്ല. നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞ ഒരു നോർമൽ ടെമ്പറേച്ചർ അളവിലാണ് വരുന്നത്. ഇപ്പോൾ കുഞ്ഞിന് ജലദോഷം വരുന്നത് മറ്റു വൈറസുകൾ മൂലമൊക്കെയാണ് വരുന്നത്. അല്ലാതെ നമ്മൾ കുടിക്കുന്ന ഈ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് പെട്ടെന്ന് വരുന്ന പാലെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത് വിറച്ച് ഉള്ള പാലൊന്നും അല്ല. അതുകൊണ്ട് നമുക്ക് സൗകര്യമായ രീതിയിൽ നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. അല്ലാതെ അത് കുഞ്ഞിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യൊന്നുമില്ല.
പിന്നെ അടുത്ത കാര്യം ഒന്നാണ്, നമ്മൾ നടക്കാൻ പാടില്ല. ഇത്ര ദിവസം കഴിഞ്ഞാലാണ് നമ്മളൊന്ന് നടക്കാൻ പാടുള്ളൂ. അതുവരെ നമ്മൾ ബെഡിൽ മലന്ന് കിടക്കുക എന്നാണ് പറയുന്നത്. നമുക്ക് ഈ പ്രസവം കഴിഞ്ഞിട്ട് സിസേറിയൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് പറയും ഒന്ന് നടക്കാനാണ് പറയുക. കാരണം നമ്മുടെ ആ ഫസ്റ്റത്തെ നമുക്കറിയാം അത് ഭയങ്കര പെയിൻഫുള്ളാണ്. ഇതേപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ഭയങ്കര ഓട്ട മത്സരത്തിനോ അല്ലെങ്കിൽ മാരത്തണൊന്നും പോകുമല്ലോ. നമ്മൾ നോർമലി ഈ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് വൂണ്ടുണ്ട്, അതിൻ്റെ ക്ഷീണം കാണും. അതുകൊണ്ടൊക്കെ നമ്മൾ ഈ സ്പീഡിലൊന്നും നടക്കില്ല. നമ്മൾ നോർമലായിട്ടുള്ള നടത്തം എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ നമുക്ക് പുറത്തിറങ്ങി നമ്മൾ നല്ല സൂര്യപ്രകാശവും അല്ലെങ്കിൽ ആ അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റായി വരും. അതുകൊണ്ട് ഇതൊന്നും ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമുക്ക് ഗൂഗിളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതല്ലോ, ഇതൊക്കെ എന്തെങ്കിലും ബാധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാമല്ലോ. പിന്നെ ഈ അമ്മമാരെ മാനസികമായി തളർത്തുന്ന ഒരു കാര്യമാണ് ഈ ആൾക്കാർ വന്നിട്ട് ഈ സിസേറിയൻ ഒക്കെ നടത്തി കിടക്കുന്ന അമ്മമാരുടെ അടുത്ത് വന്നിട്ട് ഓ നിനക്ക് സിസേറിയൻ ആണോ, നിനക്ക് പണിയെടുക്കാത്തതുകൊണ്ടാണ് സിസേറിയൻ വന്നത്, അല്ലെങ്കിൽ നിനക്ക് നോർമൽ ഡെലിവറി അല്ലല്ലോ, നീ എന്താണ് സാധാരണ അമ്മമാരെ പോലെ വേദന അനുഭവിച്ചല്ലോ പ്രസവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ടെൻഷൻ അടിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സിസേറിയന് ഒരു പക്ഷേ ഈ നോർമൽ ഡെലിവറിയേക്കാളും ഇച്ചിരിയുടെ പെയിൻ, കാരണം നമ്മുടെ വയറ് കീറി മുറിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് പിന്നീട് നടക്കാനുള്ള ബുദ്ധിമുട്ട്, എന്തൊക്കെ ബുദ്ധിമുട്ട്. ചിലരാണെങ്കിൽ ഈ നോർമൽ പെയിനും അനുഭവിക്കണം, അതിനുശേഷം സിസേറിയനും ചെയ്യും. ഈ നടക്കാത്ത കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് ജോലി ചെയ്യാത്തത് കൊണ്ടോ ഒന്നും അല്ല അങ്ങനെ വരുന്നത്. കാരണം ചിലപ്പോൾ പെട്ടെന്നായിരിക്കും BP കൂടുക, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ നോർമൽ ഡെലിവറി നടക്കാതെ വരുമ്പോഴാണ് മനുഷ്യരൊക്കെ സിസേറിയൻ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സിസേറിയനിൽ ജനിച്ച കുഞ്ഞ് സാധാരണ കുഞ്ഞല്ല. സിസേറിയൻ ആയ അമ്മമാരെ അങ്ങ് കുത്തുവാക്കുകൾ കണ്ട് വേദനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ അമ്മമാരും അതിൻ്റെതായ ത്യാഗം സഹിച്ചാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അതുകൊണ്ട് ആ അമ്മമാർക്ക് ഒരു സമാധാനവും സന്തോഷവും നൽകുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അമ്മയും പുതുതായിട്ട് ജനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പുതിയ ഒരാൾ നമ്മുടെ കൂടെ വരുമ്പോഴത്തേക്കും അതിനോടൊന്നും പൊരുത്തപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സമയമെടുക്കും. പിന്നെ അവർക്ക് സങ്കടം വരും, വിഷമം വരും. അപ്പോഴൊക്കെ നമ്മളും നമ്മുടെ വീട്ടുകാരും ഒക്കെ എന്താണ് നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്താണ് നിനക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആ കുഞ്ഞിനെ കുറച്ച് നേരം എടുത്ത് ആശ്വസിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ ഈ കുത്തുവാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ ഈ പഴയ കാലത്തെ ഈ ഓരോ മിത്തുകളും കൊണ്ടുവന്ന് അവരെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസവ സമയത്ത് ശുശ്രൂഷ ഒരു മനുഷ്യനെ പീഡിപ്പിക്കുകയാണെന്ന് തന്നെ പറയാം. നമുക്ക് ഒരു അമ്മയ്ക്ക് അറിയാം എന്ത് ചെയ്യണ്ടെന്ന്. ഈ പഴയഞ്ചൻ ഈ ഓരോ കാര്യങ്ങളും കൊണ്ടുവന്ന് അവരെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിലാക്കാതെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അവർക്ക് സന്തോഷം പകരുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്